പാലപ്പള്ളി എലിക്കോട് സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാന ചരിഞ്ഞു. 4 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം വിഫലമായി. തലയ്ക്കേറ്റ പരിക്കും ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതവുമാണ് ആന ചരിയാൻ കാരണം. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള തീരുമാനം പിൻവലിച്ചു. വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് ടോൾ പിരിക്കാനുള്ള തീരുമാനം റദ്ദാക്കിയത്. ടൂറിസം ഹബ്ബാകാനൊരുങ്ങി മുരിയാട് പഞ്ചായത്തിലെ പുല്ലൂർ പൊതുമ്പുച്ചിറ. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതോടെ പദ്ധതിക്ക് അംഗീകാരമായി. കുന്നംകുളം കേച്ചേരിയിൽ വീട്ടിൽ നിന്ന് 8 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ചെറുനല്ലൂർ സ്വദേശി സുനിൽ ദത്തിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചെങ്ങാലൂർ മറവാഞ്ചേരി ഡിസ്റ്റിലറിക്ക് സമീപം പൈപ്പിടാൻ പൊളിച്ച കാനയിൽ ബസ് താഴ്ന്നു. എതിരെ വന്ന ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് ബസിന്റെ ചക്രങ്ങൾ കാനയിലേക്ക് ഇടിഞ്ഞു താഴ്ന്നത്. കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ സ്കൂൾ കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 330 പോയിന്റുമായി ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ല കുതിക്കുന്നു. വാർത്തകൾ വിശദമായി. പാലപ്പള്ളിയിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാന ചരിഞ്ഞു. വീഴ്ചയിൽ തലയ്ക്കേറ്റ പരിക്കും ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതവുമാണ് ആന ചരിയാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൃത്യമായി ശ്വാസം കിട്ടാത്ത അവസ്ഥയും കുട്ടിയാനയ്ക്കുണ്ടായിരുന്നതായി ഡോക്ടർ പറഞ്ഞു. ഏകദേശം 5 വയസ്സുള്ള കൊമ്പനാണ് കുഴിയിൽ വീണത്. വനം വകുപ്പിലെ ഡോക്ടർ OB മിഥുൻ എത്തി നടത്തിയ പരിശോധനയിലാണ് ആന ചരിഞ്ഞതായി സ്ഥിരീകരിച്ചത്. കരിങ്കൽ കെട്ടിയ ഇടുങ്ങിയ കുഴിയിൽ വീണ ആനയെ രക്ഷപ്പെടുത്താൻ 4 മണിക്കൂറോളം ശ്രമം നടന്നിരുന്നു. ആനയുടെ പിൻകാലുകൾ ചെളിയിൽ താഴ്ന്നുപോയ നിലയിലായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെയാണ് ആനയെ സ്വകാര്യ വ്യക്തിയുടെ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിൽ വീണ നിലയിൽ ടാപ്പിംഗ് തൊഴിലാളികൾ കണ്ടത്. കുഴിയുടെ മുകളിലേക്ക് തലയും തുമ്പിയും ഉയർത്തിയിരുന്ന ആന പിന്നീട് അവശനിലയിലാവുകയായിരുന്നു. മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് കുഴിയിലെ കല്ലും മണ്ണും ചെളിയും നീക്കി തുടങ്ങിയപ്പോഴും ആന തുമ്പിയും കാലുകളും അനക്കുന്നുണ്ടായിരുന്നു. പിൻകാലുകൾ മണ്ണിൽ നിന്ന് ഉയർത്തി ആന സ്വയം എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അനക്കമില്ലാതായത്. ചാലക്കുടി DFO വെങ്കടേശ്വർ, പാലപ്പള്ളി റേഞ്ച് ഓഫീസർ രതീഷ്, വരന്തരപ്പള്ളി പഞ്ചായത്ത് അധികൃതർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. പുലർച്ചെ മുതൽ എലിക്കോട് പ്രദേശത്ത് കാട്ടാനക്കൂട്ടം ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ആനയാണ് കുഴിയിൽ വീണതെന്ന് കരുതുന്നു. ആന കുഴിയിൽ അകപ്പെട്ട ശേഷം തൊട്ടടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ ആനക്കൂട്ടം നിലയുറപ്പിച്ചിരുന്നു. TCV ന്യൂസ്, പുതുക്കാട്. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ അപ്ഹോൾഷറി വർക്ക്ഷോപ്പിലേക്ക് മാൻ ഓടിക്കയറിയത് പരിഭ്രാന്തിയും ഒപ്പം കൗതുകവും ഉണർത്തി. പരുത്തിപ്രയിൽ അപ്ഹോൾഷറി വർക്ക്ഷോപ്പ് നടത്തുന്ന വിനുവിന്റെ സ്ഥാപനത്തിലേക്കാണ് മാൻ ഓടിക്കയറിയത്. കടയുടമയും നാട്ടുകാരും വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചുവെങ്കിലും ഇവർ എത്തുന്നതിന് മുൻപ് മാൻ സ്ഥലത്തു നിന്നും ഓടിമറയുകയായിരുന്നു. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള തീരുമാനം പിൻവലിച്ചു. വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് ടോൾ പിരിക്കാനുള്ള തീരുമാനം റദ്ദാക്കിയത്. രാവിലെ മുതൽ ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരപരിപാടികൾ നടന്നിരുന്നു. ഇതേ തുടർന്ന് പ്രദേശവാസികളിൽ നിന്നും തൽക്കാലത്തേക്ക് ടോൾ പിരിക്കില്ലെന്ന് കരാർ കമ്പനിക്കാർ അറിയിക്കുകയായിരുന്നു. ഇതോടെ പ്രതിഷേധക്കാർ മടങ്ങിപ്പോയി. ഫ്ളൈ ഓവറിൽ നിന്ന് മഴവെള്ളം സർവീസ് റോഡിലേക്ക് ഒഴുക്കിവിടുന്ന ദേശീയപാത അധികൃതരുടെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെയും മണ്ണുത്തിയിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടും ദേഹത്ത് വെള്ളമൊഴിച്ച് പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ണുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ, ഭാസ്കരൻ K മാധവൻ, NS നൌഷാദ്, സുധി തട്ടിൽ, ലിസി ജോൺസൺ, CA ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ടൂറിസം ഹബ്ബാകാനൊരുങ്ങിയ മുരിയാട് പഞ്ചായത്തിലെ പുല്ലൂർ പൊതുമ്പുച്ചിറ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതോടെയാണ് പദ്ധതിക്ക് അംഗീകാരമായത്. മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നടത്തിയ വിശദ പഠനത്തിന് ശേഷം സമർപ്പിച്ച DPRന്റെ അടിസ്ഥാനത്തിലാണ് പുല്ലൂർ പൊതുമ്പുച്ചിറ ടൂറിസം ഹബ്ബാക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയത്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഹാപ്പിനെസ് പാർക്ക്, ലൈറ്റിംഗ്, കനോപ്പീസ്, ക്യാമറ, ടൈലിംഗ്, ടേക്ക് എ ബ്രേക്ക്, സെൽഫി പോയിന്റ്, വാക്ക്വേ എന്നിവയും രണ്ടാം ഘട്ടത്തിൽ ചിൽഡ്രൻസ് പാർക്ക്, ഫൗണ്ടെയിൻ, ഐസ്ക്രീം കോർണർ എന്നിവയും മൂന്നാം ഘട്ടത്തിൽ ബോട്ടിംഗ്, ഓപ്പൺ ജിം എന്നിവയും നടപ്പിലാക്കും. ടൂറിസം വകുപ്പ് ഡോക്ടർ R ബിന്ദുവിന്റെ MLA ഫണ്ട്
പഞ്ചായത്ത് എന്നിവ സംയോജിപ്പിച്ച ഫണ്ടുകൾ ഉപയോഗിച്ചാണ് പദ്ധതിക്കാവശ്യമായ തുക വകയിരുത്തിയിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിന്റെ നേതൃത്വത്തിൽ സോയിൽ ടെസ്റ്റ് നടത്തി സ്ട്രക്ചറൽ ഡിസൈൻ തയ്യാറാക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചു. ടേക്ക് എ ബ്രേക്കിന്റെ പ്രവർത്തനവും ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. നവംബർ മാസത്തിൽ ചിറയുടെ പരിസര പ്രദേശങ്ങൾ മാലിന്യ വിമുക്തമാക്കുന്ന പ്രവർത്തനങ്ങൾ കളക്ടറുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയിരുന്നു. ആദ്യഘട്ട നിർമ്മാണം 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കും. 3 ഘട്ടമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം പൊതുമ്പൂച്ചിറയ്ക്ക് സമീപം നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ ത്രിമാന ചിത്രങ്ങൾ പ്രകാശനം ചെയ്ത് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷനായിരുന്നു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, വേളൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനേഷ്, മുരിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത സുരേഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കുന്നംകുളം കേച്ചേരിയിൽ വീട്ടിൽ നിന്ന് 8 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട ചെറുനല്ലൂർ സ്വദേശി തലയ്ക്കൽ വീട്ടിൽ സുനിൽ ദത്തിനെ കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത്. ഒറീസയിൽ നിന്ന് എത്തിക്കുന്ന കഞ്ചാവ് കുന്നംകുളം മേഖലയിലെ വിവിധ വിദ്യാലയങ്ങൾക്ക് സമീപമാണ് പ്രതി കച്ചവടം നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ്, രവികുമാർ, അഞ്ജലി, ബിജു, അശ്വിൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ചെങ്ങാലൂർ മറവാഞ്ചേരി ഡിസ്റ്റിലറിക്ക് സമീപം പൈപ്പിടാൻ കീറിയ കാനയിൽ ബസ് താഴ്ന്നു. തൃശൂരിൽ നിന്ന് മുപ്പിളിയത്തേക്ക് പോയിരുന്ന സ്വകാര്യ ബസിന്റെ ചക്രങ്ങളാണ് ചെളി നിറഞ്ഞ കാനയിൽ താഴ്ന്നത്. ബസ് താഴ്ന്നതോടെ യാത്രക്കാർ ബസ്സിനുള്ളിൽ വീണു. എതിരെ വന്ന ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടെ ബസിന്റെ ചക്രങ്ങൾ കാനയിലേക്ക് ഇടിഞ്ഞു താഴുകയായിരുന്നു. JCB എത്തിച്ചാണ് ബസ് മാറ്റിയത്. നിർമ്മാണം നടക്കുന്ന പുതുക്കാട് മുപ്പിളിയം റോഡിൽ പൈപ്പിട്ട കാന കൃത്യമായി മൂടാത്തതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ 2 ബൈക്കുകൾ കാനയിൽ വീണിരുന്നു. വീതി കുറവുള്ള ഭാഗത്ത് അശാസ്ത്രീയമായാണ് പൈപ്പിടലും റോഡ് നിർമ്മാണവും നടക്കുന്നത് എന്നും ആക്ഷേപമുണ്ട്. കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ സ്കൂൾ കലോത്സവത്തിൽ ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ല കുതിക്കുന്നു. 330 പോയിന്റുമായി ചാവക്കാട് ഉപജില്ല 1ാം സ്ഥാനത്ത് തുടരുകയാണ്. 324 പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല 2ാം സ്ഥാനത്തും 316 പോയിന്റുമായി വലപ്പാട് ഉപജില്ല 3ാം സ്ഥാനത്തും തുടരുന്നു. കലോത്സവം ശനിയാഴ്ച സമാപിക്കും. കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാന വേദിയായ ടൗൺ ഹാളിൽ നടന്നു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി പതാക ഉയർത്തിയതോടെയാണ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഔദ്യോഗികമായി തുടക്കമായത്. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കലോത്സവം മത്സരമായല്ല, കുട്ടികളുടെ ഉത്സവമായി തന്നെ കാണണമെന്ന് AC മൊയ്തീൻ പറഞ്ഞു. മത്സരമെന്നാക്കാമായിരുന്നു, പക്ഷെ വളരെ ആലോചിച്ച് കൃത്യമായി ആണ് ആ പേര് നിർദ്ദേശിക്കപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാം. ഇതൊരു ഉത്സവമാണ്. സ്കൂൾ വിദ്യാർത്ഥി തലങ്ങളിലുള്ള ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളുടെ ഉത്സവമായി ഇതിനെ കാണാൻ വേണ്ടിയുള്ള മനസ്സെല്ലാവർക്കും ഉണ്ടാകണം. ഇതൊരു മത്സരമായി കാണുമ്പോഴാണ് ഈ മത്സരത്തിൽ എൻ്റെ സ്കൂളിനെ, എൻ്റെ സബ് ജില്ലയെ, എൻ്റെ മകനെ, എൻ്റെ മകളെ ഒന്നാമതെത്തിക്കണം എന്ന് പറയുന്ന വാശി ഉണ്ടാകും. വാശി നല്ലതാണ്, ആരോഗ്യകരമായ വാശിയാണ്. അതിൻ്റെ ഭാഗമായി ഇതൊരു ഉത്സവമായി കാണാനും കുഞ്ഞുങ്ങൾക്കെല്ലാം അവരുടെ ശേഷിയെ പ്രദർശിപ്പിക്കാനും അതിന് അംഗീകാരം കിട്ടാനും കഴിയുന്ന ഒന്നാണ്. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ശേഷിയുള്ളവരാണ്. റവന്യൂ ജില്ലാ കലോത്സവത്തിന് താഴെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ആളുകളല്ലേ. അപ്പോൾ അത്തരം രീതിയിൽ നമുക്ക് ഇതിനൊരു ഉത്സവമാക്കി, കുട്ടികളുടെ ഉത്സവമാക്കി മാറ്റാം. അധ്യാപകരുടെയും അല്ലെങ്കിൽ രക്ഷിതാക്കളുടെയും മത്സരമാക്കാതെ ഇതിനെ കുഞ്ഞുങ്ങളുടെ ഉത്സവമാക്കി മാറ്റാൻ കഴിയുന്ന സ്ഥിതിയിൽ ഈ മത്സരം ഇവിടെ മാറണം എന്ന്
എല്ലാവരോടും ഹൃദയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് കലോത്സവ സന്ദേശം നൽകി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, കുന്നംകുളം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, ഡയറ്റ് പ്രിൻസിപ്പാൾ ഡോക്ടർ ഡി ശ്രീജ, ചാവക്കാട് DEO റഫീഖ് PV തുടങ്ങിയവർ സംസാരിച്ചു. കലാ അധ്യാപകർ നയിച്ച സ്വാഗതഗാനത്തോടെയാണ് ഉദ്ഘാടനത്തിന് തുടക്കമായത്. പാവറട്ടി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. വാർഡ് വിഭജനത്തിനിടെ പഞ്ചായത്തിന്റെ അതിർത്തികൾ ഉദ്യോഗസ്ഥർ മാറ്റം വരുത്തിയതായിട്ടാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഒരുമനിയൂർ, വെങ്കിടങ്ങ് പഞ്ചായത്തുകളുടെ അതിർത്തികളിലുള്ള കണ്ടൽ തുരുത്തുകൾ പാവറട്ടി പഞ്ചായത്തിനോട് ചേർത്ത് ഭൂപടം തയ്യാറാക്കിയതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വച്ചത്. UDF അംഗങ്ങളായ ജെറോം ബാബു, ജോസഫ് ബെന്നി, TK സുബ്രഹ്മണ്യൻ, സുനിത രാജു, SDPI അംഗം ഹബീബ് ഇബ്രാഹിം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. നിലവിൽ പാവറട്ടി പഞ്ചായത്തിന്റെ തീരദേശ അതിർത്തികളിൽ വനവൽക്കരണം സംബന്ധിച്ച് ആരോപണങ്ങളും വിവാദങ്ങളും കത്തി നിൽക്കുകയാണ്. ഇതിനിടെ മറ്റു പഞ്ചായത്തുകളിലെ കണ്ടൽ തുരുത്തുകൾ കൂടി പഞ്ചായത്തിനോട് ചേർത്തുകൊണ്ടുള്ള ഭൂപടം പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയതാണ് പുതിയ വിവാദത്തിന് ഇടയാക്കിയത്. പഞ്ചായത്തിന്റെ അതിർത്തിയോട് ആൾതാമസമില്ലാത്ത കണ്ടൽ തുരുത്തുകൾ കൂട്ടിച്ചേർക്കാൻ UDF അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് അംഗം ജെറോം ബാബു പറഞ്ഞു. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് പാവറട്ടി പഞ്ചായത്ത് പുറത്തിറക്കിയ ഭൂപടം നമ്മളെ വളരെ ആശങ്കാകുലരാക്കിയിരിക്കുകയാണ്. പാവറട്ടി പഞ്ചായത്തിലെ നിവാസികളെ ഒരുമനിയൂരിലെ കണ്ടൽ വനങ്ങളും വെങ്കിടങ്ങിലെ കണ്ടൽ വനങ്ങളും പാവറട്ടി പഞ്ചായത്തിനോട് ചേർത്തുകൊണ്ട് പാവറട്ടിയെ ഒരു ഫോറസ്റ്റ് ആക്കി മാറ്റുന്നതിനുള്ള ഗൂഢമായ ശ്രമങ്ങൾ സെക്രട്ടറിയുടെയും അതിന് ബന്ധപ്പെട്ട CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും നീക്കങ്ങളാണ് ഇന്ന് പാവറട്ടി പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിനാണ് UDF-ഉം കോൺഗ്രസും ഇന്ന് തയ്യാറെടുത്തിരിക്കുന്നത്. ഭൂപടം തിരുത്തണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകാൻ പാവറട്ടി പഞ്ചായത്ത് ഭരണസമിതി യോഗം ചർച്ചകൾക്ക് ശേഷം തീരുമാനിച്ചു. പാവറട്ടി പഞ്ചായത്ത് ഭരണസമിതിയുടെ ജനവഞ്ചനയ്ക്കും ദുർഭരണത്തിനുമെതിരെ പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ഏകദിന ഉപവാസ സമരവും നടത്തി. പാവറട്ടി പള്ളിനടയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് OJ ഷാജൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. KC അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ സലാം വെൺമേനാട്, NJ ലിയോ, സിന്ധു അനിൽകുമാർ, മീര ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. അപ്പൊ നമ്മുടെ പാവറട്ടി ഹൈസ്കൂളിന്റെ മതില് പേടിച്ചിങ്ങനെ നടക്കുക, അതങ്ങനെ പൊക്കോട്ടെ. എന്തെങ്കിലും അതിർത്തിയിലുള്ള ഒരു പഞ്ചായത്തിന്റെ കൈവശമുള്ള കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ പൂജാ ബമ്പർ നറുക്കെടുപ്പിൽ രണ്ടാം സമ്മാനം തൃപ്രയാർ സ്വദേശിക്ക് ലഭിച്ചു. തൃപ്രയാർ മേൽതൃക്കോവിൽ ക്ഷേത്ര പരിസരത്ത് താമസിക്കുന്ന മണക്കാട്ട് ചന്ദ്രനാണ് രണ്ടാം സമ്മാനമായ 1 കോടി രൂപയ്ക്ക് അർഹനായത്. നറുക്കെടുപ്പിന്റെ തലേദിവസം രാത്രി 7 മണിക്ക് തൃപ്രയാർ പോളിടെക്നിക് കോളേജിന് മുൻപിൽ നിന്നും സൈക്കിളിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന ജോണിയിൽ നിന്നുമാണ് ഒരു ബമ്പർ ടിക്കറ്റ് എടുത്തത്. തൃപ്രയാർ ഭാരത് ലോട്ടറി ഏജൻസിയുടേതാണ് ടിക്കറ്റ്. 8 വർഷം മുൻപ് കേരള ഭാഗ്യക്കുറിയുടെ ബമ്പർ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ 3 കോടി രൂപയും ചന്ദ്രന് ലഭിച്ചിരുന്നു. ഇപ്പോൾ രണ്ടാം സമ്മാനം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ചന്ദ്രനും കുടുംബവും.
പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ച് വിദ്യാലയത്തിൽ അക്വാപോണിക്സ് സിസ്റ്റത്തിന് രൂപം നൽകി വിദ്യാർത്ഥികൾ. മതിലകം കൂളിമുട്ടം AMUP സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെയാണ് ഇക്കോബ്രിക് നിർമ്മിച്ച് അജൈവ മാലിന്യ സംസ്കരണത്തിന് വേറിട്ട മാതൃകയായി മാറിയത്. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറച്ചാണ് ഇക്കോബ്രിക് നിർമ്മിക്കുന്നത്. ഏകദേശം 350 ഗ്രാമിന് മുകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഓരോ ഇക്കോബ്രിക്കിലും ശേഖരിക്കുന്നു. ഏകദേശം 2000 ഇക്കോബ്രിക്കുകൾ നിർമ്മിക്കാനായി 700 കിലോയിലധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ വീടുകളിൽ നിന്നും സമീപത്തുള്ള MCFൽ നിന്നുമാണ് പ്ലാസ്റ്റിക് ശേഖരിച്ചത്. കുട്ടികളുണ്ടാക്കിയ ഇക്കോബ്രിക് ഉപയോഗിച്ച് 1000 ലിറ്റർ വെള്ളം സംഭരിക്കാവുന്ന മീൻ വളർത്തൽ കുളവും ചെടിച്ചട്ടി വയ്ക്കുന്നതിനുള്ള സ്റ്റാൻഡുകളും സ്കൂളിൽ നിർമ്മിച്ചിട്ടുണ്ട്. കുളത്തിൽ 500ഓളം മീനുകളെ വളർത്തുന്നുണ്ട്. അക്വാപോണിക്സ് സസ്യപരിചരണവും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. അജൈവ മാലിന്യ പരിപാലനത്തിന്റെ പ്രാധാന്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനും പ്ലാസ്റ്റിക്കിന്റെ പുനരുപയോഗ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അധ്യാപകർ പറഞ്ഞു. നമ്മുടെ വിദ്യാലയത്തിൽ പ്ലാസ്റ്റിക് രഹിത വിദ്യാലയം എന്ന പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടുണ്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് വളരെ ലളിതമായിട്ടുള്ള ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന മത്സ്യങ്ങൾ നമ്മൾ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ പദ്ധതിയാണ് നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നത്. സ്കൂൾ മാനേജർ PM അബ്ദുൾ മജീദിന്റെ ഭാവനയിൽ വിരിഞ്ഞ ആശയം കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഏറ്റെടുത്തതോടെ പദ്ധതി വൻ വിജയമായി. ET ടൈസൺ MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് CA മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനായി. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, വാർഡ് മെമ്പർ KK സഗീർ, പ്രധാന അധ്യാപിക KP അജിത, സ്കൂൾ ലീഡർ മുഹമ്മദ് റഫാൻ, അധ്യാപകൻ VS സൂരജ് എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, കയ്പമംഗലം. പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം ശനിയാഴ്ച നടക്കുമെന്ന് KK രാമചന്ദ്രൻ MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 3-ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. പുതുക്കാട് മണ്ഡലത്തിലെ മിനി സിവിൽ സ്റ്റേഷന് സംസ്ഥാന ബജറ്റിൽ 10 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 4524 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 4 നിലകളിലായിട്ടാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, മുകുന്ദപുരം തഹസീൽദാർ KM സിമീഷ് സാഹു, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ AR പ്രിയ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ദാറുൽ ഹുദ ഇസ്ലാമിക് സർവകലാശാല വിദ്യാർത്ഥികളുടെ ദേശീയ കലോത്സവത്തിന് വെള്ളിയാഴ്ച വരന്തരപ്പള്ളിയിൽ തുടക്കമാകും. വൈകിട്ട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ദാറുഖത്വ പ്രസിഡന്റ് കുഞ്ഞുമൊയ്തീൻ ഹാജി അധ്യക്ഷത വഹിക്കും. പുലിക്കണ്ണി ദാറുഖത്വ ഇസ്ലാമിക് അക്കാദമിയിൽ 3 ദിവസങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത്. 5 വേദികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ 25 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ദാറുത്തക്വ പ്രസിഡന്റ് കുഞ്ഞുമൊയ്തീൻ ഹാജി, ഷെയ്ഖുന ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ, വൈസ് പ്രസിഡന്റ് ഹുസൈൻ ഹാജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 30ാമത് തലോർ ജെറുസലേം കൺവെൻഷന് തുടക്കമായി. 4 ദിവസം നീണ്ടുനിൽക്കുന്ന കൺവെൻഷൻ ഷംഷാബാദ് രൂപതാ മെത്രാൻ മാർ പ്രിൻസ് പാണേങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഡേവിസ് പട്ടത്ത്, ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ, ഫാദർ ഡൊമിനിക് വാളന്നാൽ, ഫാദർ സെബാസ്റ്റ്യൻ പൂവത്തിങ്കൽ, ഫാദർ ജിൻസ് ചീങ്കല്ലേൽ, ഫാദർ ദേവസ്യ കാനാട്ട്, ഫാദർ ജോ പാച്ചേരിൽ, ഫാദർ സിജോ തയ്യാലയ്ക്കൽ എന്നിവരാണ് കൺവെൻഷന് നേതൃത്വം നൽകുന്നത്. കൺവെൻഷൻ ഞായറാഴ്ച സമാപിക്കും. ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരള കൊടുങ്ങല്ലൂർ BRC വിളംബര റാലി നടത്തി. കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി ഫ്ളാഗ് ഓഫ് ചെയ്തു. ബിഗ് ക്യാൻവാസിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ സുമേഷ് നിർവഹിച്ചു. PTA പ്രസിഡന്റ് PB രഘു, SMC ചെയർമാൻ നവാസ് പടുവിങ്ങൽ, ഹെഡ് മിസ്ട്രസ് ഷൈനി ആൻഡോ, V രാജേഷ്, GLPS ഹെഡ് മിസ്ട്രസ് ബീന തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി റവന്യൂ ജില്ലാ കലോത്സവ വാർത്തകളിലേക്ക്.
കലോത്സവ നഗരിയിലെത്തിയവരെ കുടുക്കി ഏടാകൂടം. വർഷങ്ങളായി കലോത്സവ വേദികളിൽ ഏടാകൂടം പ്രദർശനവുമായി എത്തുന്ന ആറങ്ങോട്ടുകര സ്വദേശി ഉണ്ണിയാണ് പതിവ് തെറ്റിക്കാതെ കുന്നംകുളത്തും എത്തിയത്. കളിയോടൊപ്പം ബുദ്ധി വികസിപ്പിക്കുകയും ചെയ്യുന്ന കളിപ്പാട്ടങ്ങളാണ് ഏടാകൂടം. പഴയകാലത്തെ ഗെയിമുകളായിരുന്ന ഏടാകൂടം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് ആറങ്ങോട്ടുകര സ്വദേശി ഉണ്ണി. അഴിക്കും തോറും കുരുക്കുമുറുകുന്ന ഏടാകൂടത്തിൽ വിജയിക്കണമെങ്കിൽ കൂർമ്മ ബുദ്ധിയും സൂക്ഷ്മതയും ക്ഷമയും നിർബന്ധമാണ്. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവ വേദികളിലെത്തിയ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും കാണികളും ഡ്യൂട്ടിക്കെത്തിയ പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ ഉണ്ണിയുടെ ഏടാകൂടത്തിൽ കുടുങ്ങി. 20 വർഷമായി കലോത്സവങ്ങളിൽ ഉണ്ണിയുടെ ഏടാകൂടം പ്രദർശനമുണ്ട്. മരത്തിൽ തീർത്ത 70ഓളം ഏടാകൂടങ്ങൾ ഉണ്ണിയുടെ കൈവശമുണ്ട്. നേരം പോക്കിനൊപ്പം വിജ്ഞാനവും നൽകുന്ന ഏടാകൂടം കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് ഗുണകരമാണെന്നാണ് ഉണ്ണിയുടെ അഭിപ്രായം. വേദിയിൽ കൊണ്ടുവരാൻ കാരണം ടീച്ചേഴ്സ് കുട്ടികൾക്കൊക്കെ ബ്രെയിനായിട്ട് മൊബൈലിലെ കളികൾ കുറയ്ക്കുന്നതിനൊക്കെ സംബന്ധിച്ച് താല്പര്യമൊക്കെ മേടിച്ചു കൊണ്ടുപോകും. സ്വയം പഠിക്കാനുള്ളതാണ്. റുബിക്സ് ക്യൂബിന്റെ വേറെ ഐറ്റംസ് ആണ് മരത്തിലുള്ള സാധനങ്ങൾ. ഞാൻ തന്നെ 70-80 വരെ ഉണ്ടാക്കുന്നുണ്ട്. അത് ബുദ്ധിമുട്ടുള്ളതും ഇല്ലാത്തതും പല ടൈപ്പ്. കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, വാങ്ങിക്കണം എന്നുള്ള താല്പര്യം മാത്രമേ കൊണ്ടുപോകൂ. സ്വയം പഠിക്കാൻ താല്പര്യമുള്ളതാണോ കൂടുതൽ കൊണ്ടുപോകും. അപ്പോഴാണ് നമ്മുടെ മെമ്മറി മേള വർക്ക് ചെയ്യുന്നത്. ഒരാൾക്ക് കാണിച്ചു കൊടുക്കൽ പെട്ടെന്ന് നടക്കില്ല. സ്വയം പഠിക്കാനുള്ളതാണ്. അപ്പോഴല്ലേ പഠിക്കുള്ളൂ. ലളിതമായ മേക്കപ്പ്, വേഷവിധാനങ്ങളും ആഭരണങ്ങളും അതുപോലെ തന്നെ. പക്ഷേ വേദിയിലെ പ്രകടനം അത്ര ലളിതമല്ല. അത് തകർപ്പനാണ്. അതാണ് മാർഗം കളി. കയ്യിൽ മൈലാഞ്ചിയുണ്ട്. ചട്ടയും മുണ്ടും ഒതുക്കത്തിലണിയണം. കാതിൽ മേക്കാമോതിരം. കണ്ണെഴുതും, പക്ഷേ വാലിട്ടെഴുതുക പതിവില്ല. വേദിയിലേക്ക് കയറും മുമ്പേ നാണിച്ച് കളി പറഞ്ഞിരുന്നവരാണ്. പക്ഷേ തട്ടേൽ കയറിയപ്പോൾ കളി മാറി. തട്ടുകുലുങ്ങിയുള്ള ചടുലമായ കളിയായിരുന്നു പിന്നെ. മുൻകാലങ്ങളിൽ ജ്ഞാനായ കല്യാണങ്ങളിലും പെരുന്നാളിലും മാത്രമുണ്ടായിരുന്ന മാർഗംകളി കലോത്സവത്തിന്റെ ഭാഗമാകുന്നത് 1985-ലാണ്. പൂർണ്ണമായും ക്രിസ്ത്യൻ കലാരൂപമായ മാർഗംകളിയിലെ പാട്ടിൽ പഴയ മലയാളവും തമിഴും കലർന്ന സാഹിത്യ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. മാർഗം കളിക്ക് മുഖത്ത് നിറഞ്ഞ ചിരി വേണം. തട്ട് കുലുങ്ങി കളിക്കണം. നല്ല കായികക്ഷമത വേണമെന്നർത്ഥം. ഇതിന് നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ എനർജി പിടിച്ചു നിൽക്കണം. കുറച്ച് കഴിയുമ്പോഴത്തേനും തന്നെ ആള് ഇല്ലാണ്ടാവും. അത്രയ്ക്ക് എനർജി എടുത്തിട്ട് നമ്മൾ കളിക്കണം. പിന്നെ ചിരി വിടാൻ പാടില്ല. നല്ലോണം തലയാട്ടി കളിക്കണം. കംപ്ലീറ്റ് ഫുൾ എനർജിയാണ്. ഡാൻസ് മൊത്തം എനർജി ആക്കി എടുക്കേണ്ട സാധനമാണ്. അപ്പോൾ അത്രയ്ക്ക് എഫേർട്ട് ഇട്ട് കളിക്കണം. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. 10 മിനിറ്റ് നേരം ചിരിച്ച് എന്നൊക്കെ പറയുമ്പോൾ നല്ല മെയ്വഴക്കം വേണം, നല്ല അധ്വാനം വേണം. മേക്കാമോതിരം, വള, തള, തിളങ്ങുന്ന മാല, ഇതൊക്കെ കാണാനും നല്ല ഭംഗിയാണ് മാർഗംകളി. പക്ഷേ ഈ കളി 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ശരിക്കൊരു കളരി അഭ്യാസിയെ പോലെ തന്നെ ക്ഷീണിച്ചിരിക്കും. ബദനി സ്കൂളിലെ മാർഗംകളി വേദിയിൽ നിന്നും TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനൊപ്പം മുകേഷ് ലാൽ. കലോത്സവ വേദിയെ യുദ്ധഭൂമിയാക്കി പരിചമുട്ടുകളി. തീപാറുന്ന പോരാട്ടമായിരുന്നു ബഥനിയിലെ 7ാം നമ്പർ വേദിയിൽ നടന്നത്. പരിചമുട്ടുകളിയിൽ കലയും കായികാധ്വാനവും ഒരുമിക്കണം. നല്ല താളബോധം വേണം. മെല്ലെ തുടങ്ങുന്ന ചുവടുകൾ പിന്നെ പിന്നെ ചടുലമായി, വാശിയേറി, ചാടി വീശി, മിന്നായം പോലെ ചുവടുവെച്ച് പരിചമുട്ടുകളി മുന്നേറിയപ്പോൾ
കാണികളിലും ആവേശം. സംഗതി ആവേശം നിറഞ്ഞതാണെങ്കിലും പരിക്കേൽക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു ഇനമാണിത്. ഇരുമ്പ് കൊണ്ടുള്ള വാളും പരിചയവുമാണ്. വീശൽ പിഴച്ചാലോ തടുക്കുന്നത് തെറ്റിയാലോ ചോര വീഴാൻ അധികം സമയം വേണ്ട. നോട്ടത്തിലും ചുവടിലും ചടുലത നിറഞ്ഞ പരിചമുട്ടുകളിക്ക് മെയ്വഴക്കം പ്രധാനമാണ്. സംഭവം കലയാണെങ്കിലും അല്പനേരത്തെ പ്രകടനത്തിനൊടുവിൽ ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതിയിലാണ് കുട്ടിക്കലാകാരന്മാർ കളം വിട്ടത്. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ ഡിസൈനർ ഏറെ വ്യത്യസ്തനാണ്. ജില്ലാ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളും സംസ്ഥാന കായികമേളയും ശാസ്ത്രോത്സവവും തുടങ്ങി 150ഓളം കലോത്സവങ്ങൾക്കും വിവിധ സമ്മേളനങ്ങൾക്കുമെല്ലാം ലോഗോ തയ്യാറാക്കി വ്യത്യസ്തനാവുകയാണ് മലപ്പുറം തിരൂർ സ്വദേശി അസ്ലം. ലോഗോകളുടെ സ്പെഷ്യലിസ്റ്റാണ് തിരൂർ അസ്ലം എന്ന ഈ റിട്ടയേർഡ് അധ്യാപകൻ. സബ് ജില്ലാ, ജില്ലാ, സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങൾ, സംസ്ഥാന കായികമേളകൾ, സംസ്ഥാന ശാസ്ത്രോത്സവം, പ്രഥമ കേരള ഒളിമ്പിക്സ് ഗെയിംസ്, നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പ്, സ്പെഷ്യൽ സ്കൂൾ കലോത്സവം തുടങ്ങി 150ഓളം ലോഗോകൾ ഇദ്ദേഹം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മാഷ് ഡിസൈൻ ചെയ്ത പൂരത്തനിമ വിളിച്ചോതുന്ന ലോഗോയാണ് തിരഞ്ഞെടുത്തത്. കുറേ ജില്ലാ കലോത്സവങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. മലപ്പുറം ജില്ലാ കലോത്സവം, 2017 കേരള സ്കൂൾ കലോത്സവം, 2022 കേരള സ്കൂൾ കായികോത്സവം, അങ്ങനെ തുടങ്ങി തിരഞ്ഞെടുക്കപ്പെട്ട 150ഓളം ലോഗോകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ. ഇക്കഴിഞ്ഞ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം, കേരള സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം, ഇപ്പോൾ ഈ തൃശ്ശൂർ 35ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന് ലോഗോ അടക്കം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പ്രശസ്ത ചിത്രകാരനും തിരൂർ തുമരക്കാവ് ALP സ്കൂൾ റിട്ടയേർഡ് അറബിക് അധ്യാപകനുമായ അസ്ലം തിരൂർ ലോഗോ രൂപകൽപ്പനയ്ക്ക് പുറമെ ചിത്രരചനയിലും കവിത, മാപ്പിളപ്പാട്ട് രചനകളിലും സജീവമാണ്. ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കും ലോഗോ ഇദ്ദേഹം ഡിസൈൻ ചെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. ലോഗോ മാഷ് എന്നാണ് തിരൂർ അസ്ലം എന്ന ഈ റിട്ടയേർഡ് അധ്യാപകൻ അറിയപ്പെടുന്നത്. കാരണം ലോഗോകളുടെ സ്പെഷ്യലിസ്റ്റാണ് ഇദ്ദേഹം. സമ്മേളനങ്ങൾക്കും കലോത്സവങ്ങൾക്കുമെല്ലാം ഇദ്ദേഹം ലോഗോ തയ്യാറാക്കുന്നു. കൂടാതെ വരയുടെ ലോകത്തും സജീവമാണ് ഈ റിട്ടയേർഡ് അധ്യാപകൻ. ക്യാമറമാൻ സ്റ്റീവി പോട്ടോരിനോടൊപ്പം ശ്രീകേഷ് ഉള്ളാനിക്കര, TCV ന്യൂസ്. മാപ്പിളപ്പാട്ടിന്റെ ഇശലുകളും കൈത്താളവും ലയിച്ചു ചേർന്ന വട്ടപ്പാട്ട് മത്സരം കാണികളുടെ മനം കവർന്നു. ഹയർ സെക്കൻഡറി വിഭാഗം വട്ടപ്പാട്ട് മത്സരത്തിൽ തുടർച്ചയായി 2ാം തവണയും വിജയകിരീടം ചൂടി ബഥനി സെയിന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ. റഷീദ് എരുമപ്പെട്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലബാറിലെ മുസ്ലിം കല്യാണ വീടുകൾ തലേന്നാൾ മണവാളനെ ആനയിച്ച് കൊട്ടിപ്പാടുന്ന കലാരൂപമാണ് വട്ടപ്പാട്ട്. ഒപ്പനയ്ക്ക് സമാനമായ വട്ടപ്പാട്ട് അപ്പപ്പാട്ട്, വെറ്റിലപ്പാട്ട്, അമ്മായിപ്പാട്ട് എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. കലോത്സവ വേദികളിൽ ഇടം പിടിച്ചതോടെയാണ് വട്ടപ്പാട്ട് കൂടുതൽ ജനകീയമായത്. തനത് ശൈലി കൈവിടാതെ ഇമ്പമാർന്ന ആലാപനത്തോടെ കാഴ്ചവെച്ച പ്രകടനമാണ് ബഥനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ തുടർച്ചയായി 2ാം തവണയും സംസ്ഥാന കലോത്സവത്തിലേക്ക് തിരഞ്ഞെടുക്കാൻ ഇടയാക്കിയത്.
അമ്പുകൾ തടിയെ തേടി വരാ ചെയ്ത് കൊണ്ടേ ആശയിൽ കൊണ്ടനേ നായകനേ. കുട്ടികളുടെ കഠിനമായ പരിശീലനവും സ്കൂൾ അധികൃതരുടെയും അധ്യാപക രക്ഷാകർത്താക്കളുടെയും പിന്തുണയുമാണ് വിജയത്തിന് പിറകിലെന്ന് പരിശീലകൻ മുനീർ തലശ്ശേരി പറഞ്ഞു. 20 വർഷമായിട്ട് ഞാൻ കുന്നംകുളം സെന്റ് ജോൺസ് ബദനിയിൽ പരിശീലകനാണ്. മാനേജ്മെന്റിന്റെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ വിജയത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസവും നമ്മളെ കൂടെ നിൽക്കുന്നത് മാനേജ്മെന്റ് ആണ്. ഇത് എൻ്റെ മക്കൾ അധ്വാനിച്ച വിജയമാണ് ഇപ്പൊ ഞങ്ങൾ ആഘോഷിക്കുന്നത്. നമ്മുടെ മാനേജ്മെന്റിന്റെ സപ്പോർട്ടും അതുപോലെ ഇവിടെ നമ്മളെ മാപ്പിള കലകൾക്ക് അതായത് കലയ്ക്ക് ഒരുപാട് ത്യാഗം സഹിച്ച ഒരു അധ്യാപകനുണ്ട്, രാംദാസ് സാറ്. അദ്ദേഹവും ഇതിന്റെ പിന്നിൽ ഒരുപാട് സപ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ നമ്മളെ സീനിയർ ടീച്ചേഴ്സ് ജിഷ മിസ്, നിഷ മിസ്, സജിനി മിസ്, അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. എല്ലാവരും പേര് എനിക്കിപ്പോ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല. അവരെയൊക്കെ സപ്പോർട്ടാണ് ഈ ഒരു വിജയം. പുണ്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെയും പ്രിയപത്നി ഖദീജ ബീവിയുടെയും വിവാഹ വർണ്ണനയും കച്ചവട ചരിത്രവുമാണ് ഇവർ അവതരിപ്പിച്ച വട്ടപ്പാട്ടിലെ പാട്ടും ഇതിവൃത്തവും. വഴിനീളവും സലാമും മുനാജത്തും വിരുത്തവും പദവും പോക്കുവഴി നീളവും ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ മികവ് കുറയാതെ മനോഹരമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞതാണ് ബദനി സ്കൂളിനെ 1ാം സ്ഥാനത്തേക്ക് ഉയർത്തിയത്. കളിച്ച് പരിശീലിച്ച സ്വന്തം സ്കൂൾ വേദിയിൽ തന്നെ മത്സരിച്ച് വിജയിക്കാൻ കഴിഞ്ഞു എന്നതും ബദനി ടീമിനെ ഇരട്ടി മധുരമായി മാറി. കൺമണിയേ മറ്റു വാർത്തകളിലേക്ക്. പെരിങ്ങോട്ടുകര പോലീസ് എയ്ഡ് പോസ്റ്റിലെ 1 ഏക്കറോളം വരുന്ന കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലം വെട്ടിവെളുപ്പിച്ച് കൃഷിയോഗ്യമാക്കാൻ ഒരുങ്ങി തൊഴിലുറപ്പ് തൊഴിലാളികൾ. താന്യം പഞ്ചായത്ത് 13ാം വാർഡിലെ 26 തൊഴിലുറപ്പ് തൊഴിലാളികൾ 317 തൊഴിൽ ദിനങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് ഇവിടം പച്ചക്കറി കൃഷിക്ക് ഉപയുക്തമാക്കുന്നത്. അപകടകരമായ സാഹചര്യത്തിൽ പടിയെടുത്ത് വൃത്തിയാക്കിയെടുക്കുന്ന സ്ഥലം വീണ്ടും കാടുകയറാതെ സംരക്ഷിക്കുന്നതിനായി കൃഷിഭവനുമായി സഹകരിച്ച് കൃഷിയിടമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണെന്ന് വാർഡ് അംഗം ജിഷ്ണു പ്രേമൻ പറഞ്ഞു. മൂന്നുകൂടെ സെന്ററിലുള്ള ഔട്ട് പോസ്റ്റിന്റെ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലം വൃത്തിയാക്കി തടെടുത്ത് കൊടുക്കുന്നു. ഞങ്ങളിപ്പോൾ ഭയങ്കര കൊടും കാടായിരുന്നു. ഇതിൽ പാമ്പുകളും വെട്ടിവെളിപ്പിച്ച് എല്ലാ കാടുകളും വെട്ടിവെളിപ്പിച്ച് തടട്ട് ഞങ്ങൾ വൃത്തിയാക്കി കൊടുക്കുന്നു ചെയ്യുന്നത്. 2-3 കൊല്ലമായിട്ട് ഇത് ഉപയോഗിക്കാണ്ട് കിടന്നിരുന്ന പറമ്പുകൾ. ഒരു ഭാഗത്തുനിന്ന് പൊന്തക്കാട് വെട്ടിവെളിപ്പിച്ചതോടെ കേസിൽപ്പെട്ട് പിടിച്ചെടുത്ത വർഷങ്ങളോളം പഴക്കമുള്ള പല വാഹനങ്ങളും കിടക്കുന്നത് കണ്ടു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7130 രൂപ, പവന് 57,040 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3263 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പള്ളി എലിക്കോട് സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാന ചരിഞ്ഞു. 4 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം വിഫലമായി. തലക്കേറ്റ പരിക്കും ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതവുമാണ് ആന ചരിയാൻ കാരണം. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള തീരുമാനം പിൻവലിച്ചു. വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് ടോൾ പിരിക്കാനുള്ള തീരുമാനം റദ്ദാക്കിയത്. ടൂറിസം ഹബ്ബാകാനൊരുങ്ങി മുരിയാട് പഞ്ചായത്തിലെ പുല്ലൂർ പൊതുമ്പുച്ചിറ. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതോടെ പദ്ധതിക്ക് അംഗീകാരമായി. കുന്നംകുളം കേച്ചേരിയിൽ വീട്ടിൽ നിന്ന് 8 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ചിറനല്ലൂർ സ്വദേശി സുനിൽ ദത്തിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചെങ്ങാലൂർ മറവാഞ്ചേരി ഡിസ്റ്റിലറിക്ക് സമീപം പൈപ്പിടാൻ പൊളിച്ച കാനയിൽ ബസ് താഴ്ന്നു. എതിരെ വന്ന ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് ബസിന്റെ ചക്രങ്ങൾ കാനയിലേക്ക് ഇടിഞ്ഞു താഴ്ന്നത്. കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ സ്കൂൾ കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 330 പോയിന്റുമായി ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ല കുതിക്കുന്നു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.